ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ തക്കിട്ട ഘട്ടത്തിലുള്ള പ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ തക്കിട്ട ഘട്ടത്തിൽ താളം പിടിക്കുന്നത് ഇപ്പം നമ്മൾ ഇരട്ടി പിടിച്ചതൊക്കെ പകുതിപ്പെടണു, സമത്തിലാവണു എന്നുള്ളൊരു മാറ്റം മാത്രമാണ് താളം പിടിക്കുന്നതിൽ വരുന്നുള്ളൂ. നില കൊട്ടുന്നത് ഇപ്പം നമ്മൾ കൊട്ടിയ നഗൺ നക്കാം നണ്ണ ഗിണ്ണ തക്ക 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 ധീമി എന്നുള്ളതിനെ രണ്ടെണ്ണത്തിനെ ഒന്നിച്ചു ചേർത്തിട്ട് ഒരു തക്ക ധീമിയും 4 തക്കിട്ടിയും ചേരുന്ന നിലയാക്കിയിട്ട് മാറ്റും. അത് സാധാരണ ഞങ്ങളൊക്കെ തായമ്പക പരിചയമുള്ളവർക്ക് മനസ്സിലാവും. 4 ഇരട്ടി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിലെ ഒരു തരികടയും 4 തക്കിട്ടിയും കൂടുന്ന ഒരു ഭാഗം നന കണ്ണ നണ്ണ കണ്ണ കിട്ടട്ട് കിട്ടട്ടക്ക തരി കണ്ണ തക്ക തര കിട്ടത്തക്ക എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ നിലയാണ് ശരിക്കും ഈ ഇടനിലയായിട്ട് വരുന്നത്. അതിൽ തരികട കൊട്ടുന്ന ഭാഗത്ത് ത രീ കീ ട, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ത രീ ഒഴിവാക്കി കീ ഡ ഡ, ഒരു തരികടേനെ തക്കയായിട്ട് പകുതിയിലേക്ക് പിടിച്ചിട്ട് കൊട്ടണമെന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. അവിടെ കുഴലൂതുന്നതിൽ മാറ്റം വലുതുണ്ടോ? ഒന്ന് പറയാം. കുഴലൂതുന്നതിലത്തെ മാറ്റം ഒന്ന് പറയട്ടെ. തക്കിട്ട് നിലയിലേക്ക് കിടക്കുമ്പോൾ കുഴലൂതുന്നതിൽ മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ നമ്മൾ ഊതിയതിനൊരു കേട്ടൊരു അങ്ങനെ പോകണ്ടായിരുന്നേ. ഇത് നേരെ സ സ മാ മാ, അങ്ങനെ സായും മായും 2 സ്വരങ്ങൾ മാത്രം ചേർത്ത് നിലയുടെ കൂടുകയാണ് ഉണ്ടാവണേ. അത് ഇനി കുഴ പറഞ്ഞ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്യണേ. കൊമ്പൂതുന്നതിലത്തെ കൊമ്പ് വിളംബകാലത്തിൽ ഓതുമ്പോൾ ദത്തേ ദത്തേ ദേ ദേ ദത്തേ ദത്തേ ദേ ഇങ്ങനെ ഊതുമ്പോൾ തക്കിട്ടയിലേക്ക് കിടക്കുമ്പോൾ തകിട്ട തക ദത്ത തകിട്ട തക തകിട്ട തക ദത്തത്തെ കൊട്ടുമാറുന്നതിനനുസരിച്ച് ഊത്ത് മാറുന്നു. കൊട്ടിന് സമാന്തരമായിരിക്കണം ഊത്ത്. ഒരിക്കലും കൊട്ടിനെ അലോരസപ്പെടുത്തരുത്, കാരണം അത് കേൾവി സുഖം നഷ്ടപ്പെടും. അതാണ് പൂർവികരായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു ചിട്ടയാണ്. അത് നമ്മളായിട്ടുണ്ടാക്കിയതല്ല, പക്ഷെ അത് നിലനിന്ന് പോകുന്നുണ്ട്. അത് ഇനിയും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം മേളൊക്കെ വഴിതെറ്റി പൊക്കൊടുങ്ങി. അതുകൊണ്ട് ഈ പൂർവികർ ചെയ്തു വെച്ചിട്ടുള്ള നല്ല വളരെ അസാധ്യമായ സംഗതി എന്താണോ ചെണ്ടക്കാരെങ്ങനെ കൊട്ടുന്നോ അതിന് സമാന്തരപ്പെട്ട് സമരസപ്പെട്ടിട്ട് ഊതുക. അതാണ് കൊമ്പിന് കുഴലിൻ്റെ രസം. ശ്രുതി മുറിയരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എൽത്താളത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പറയാനുണ്ടോ? ഒന്ന് പറഞ്ഞോളൂ. എൽത്താളത്തിന് പതികാലത്തിൽ അത് ഇങ്ങനെ പിടിച്ച് കാണിച്ചൊന്നുമില്ല. ഒരു കുഴ മറയണ തുറന്നു പിടിക്കണ കാലം വന്നാൽ ഈ പറഞ്ഞ തെക്കിട്ട കാലം ഭരണത്തിന് ആ കലാശന് ഒരു മാറ്റമുണ്ട്. ഇപ്പോൾ ഞാൻ പഴയ സമ്പ്രദായത്തിലാണ് കലാശിനെ പിടിച്ചത്. ഇപ്പം അങ്ങനെയല്ല, ഇരട്ടി പിടിക്കാറുണ്ട്, അത് പിടിച്ചില്ലാന്നുള്ളൂ. അതിപ്പോൾ ഈ കാലം മാറുന്ന സമയത്തും അങ്ങനെ തന്നെ പിടിക്കാം. ഈ ഇരട്ടി പിടിക്കണം, ഇപ്പം അങ്ങനെ പിടിക്കണം. പക്ഷെ അല്ലാണ്ട് തുടങ്ങണ കാലം ഒരു കാലഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പിടിക്കില്ല, സാധാരണ താളത്തിലൊപ്പം പിടിക്കുള്ളൂ. അപ്പോൾ മറ്റത് അതിനെ ഇരട്ടി പിടിച്ചു ചെയ്യാന്ന് പിടിച്ചേർന്നു. അങ്ങനെ ചെറിയ മാറ്റങ്ങളുണ്ട്. കുഴ മറയുമ്പോഴും അതിനനുസരിച്ച് ചെറിയ മാറ്റമാണ്. അപ്പോൾ നമുക്ക് ഇടനില അല്ലെങ്കിൽ തക്കിട്ട ഘട്ടം കൊട്ടുന്ന ഭാഗം ഒന്ന് കൊട്ടി കലാശം എടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ താളവട്ടം തുടങ്ങി ഒരു താളവട്ടം കഴിഞ്ഞ് രണ്ടാമത്തേൽ കലാശം, മൂന്നാമത്തേൽ കൊമ്പ് ഊതൽ കഴിഞ്ഞിട്ട് നിർത്താം. നോക്കാം. നോക്കാം.
ഒരു ഖണ്ഡം കഴിഞ്ഞു. രണ്ടാമത്തെ ഖണ്ഡം. മൂന്നാമത്തെ ഖണ്ഡം. നാലാമത്തെ ഖണ്ഡം. അടുത്തത് കലാസിന്റെ ഖണ്ഡം. അടുത്ത താളവട്ടത്തിൽ കലാശം വരുന്നു. കലാസിന് കുമ്പിടുന്നു. കലാശം. അടുത്തത് കലാശം. അപ്പോൾ തക്കിട്ട ഘട്ടം കഴിഞ്ഞു. ഇനി കുഴമറിഞ്ഞ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ നമ്മൾ നേർക്കോൽ ഘട്ടത്തിൽ നിന്ന് തക്കിട്ട ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൊട്ടുന്ന നിലയുടെ മാറ്റം പറഞ്ഞു. നേർക്കോൽ ഘട്ടത്തിലുള്ള 2 നിലകളെ ഒന്നിച്ച് ചേർത്തിട്ട് ഒരു 4 ഇരട്ടി രൂപത്തിൽ ഒരു തരികടയും 4 തക്കിട്ടയും അടങ്ങുന്ന ഒരു നിലയാക്കിയിട്ട്, ഇരട്ടി വലിപ്പത്തിലുള്ള ഒരു നിലയാക്കിയിട്ടാണ് അവിടെ നില ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇനി കുഴമറിഞ്ഞ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇടനിലയിലുള്ള അല്ലെങ്കിൽ തക്കിട്ട ഘട്ടത്തിലുള്ള 2 നിലകളെ ഒന്നിച്ച് ചേർത്തിട്ട് ഒരു 8 അക്ഷരകാലത്തിലേക്ക്, ഒരു ചെമ്പടവട്ട ദൈർഘ്യത്തിലേക്ക് ഒരിടകോല് വരാവുന്ന രീതിയിൽ
ഉള്ള തക്കിട്ടനെ കുഴമറിഞ്ഞു കൊട്ടുന്ന നിലകളാക്കിയിട്ട് ഒരു ചെമ്പടവട്ടത്തിലേക്ക് 10 തക്കിട്ടിയും ഒരു തക്കയും, അല്ലെങ്കിൽ 10 തക്കിട്ട കഴിഞ്ഞാൽ ഒരു ഇടകോല് വരാവുന്ന രീതിയിലാണ് നില ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ കലാശമെടുക്കുമ്പോൾ കലാശത്തിൻ്റെ ഖണ്ഡത്തിലുള്ള ആദ്യത്തെ ചെമ്പടവട്ടത്തിലത്തെ 8 അക്ഷരങ്ങളെ ത ധീം എന്ന് പിടിക്കുന്നതിലത്തെ ത ഒഴിവാക്കിയിട്ട് 4 അടി മാത്രമായിട്ടാണ് കലാശത്തിൽ താളം പിടിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊമ്പിൽ വരുന്ന മാറ്റം, ഒന്ന് പറയാം. ഈ ഒന്നാം കാലം കുഴമറിയുന്ന ഈ കൊട്ടിൻ്റെ സമാന്തരമായിട്ട് തക്കിട്ടയിൽ കൊട്ടുക ഏതാണ്ട് അതന്നെയാണോ ഊതുന്നത്. കുറച്ചും കൂടി കുഴമറിഞ്ഞതിന് സമരസപ്പെട്ട് ഊതുക എന്ന് മാത്രം തന്നെയുള്ളൂ. ഇപ്പോൾ ചെയ്തത് പഠിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്തത് തന്നെ പഠിക്കണ്ടോ. പിന്നെ കുറച്ചും കൂടി ഇതിന് ഉൾക്കൊണ്ടുകൊണ്ട് ഇടയിൽ ഗ്യാപ്പിട്ട് ഊതുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. ഈ കൊട്ടിന് സമാന്തരമായിട്ട് ഊതി ഒപ്പിക്കുക. അത് ഇപ്പം ഈ ഊതിയ തകിട്ട തക ദത്ത തകിട്ട തക തകിട്ട തക ദത്തത്തെ ആണല്ലോ ഊതിയിട്ട് തകിട്ട തക തകിട്ട തക 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 തകിട്ട തക ദത്തത്തെ അല്ലേ. അത് ഇതിന് വേണമെങ്കിൽ നമ്മൾ ഇടയിൽ വിട്ട് നമുക്ക് ഊതാം. താളത്തിനെ അമ്മാനം ആടിക്കൊണ്ട് ചെയ്യാം. അപ്പോൾ കൊമ്പിലും കുഴലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. കുഴമറിഞ്ഞ ഒരു കലാശം നേരത്തെ കൊട്ടിയതുപോലെ തന്നെ താളവട്ടം തുടങ്ങുക, കലാശം എടുക്കുക, കൊമ്പൂതിട്ട് നിർത്തുക. ഡെഡ് എണ്ണ. കലാശത്തിന്റെ കണ്ടാണ് താളം പിടിക്കുന്നത്. ശ്രദ്ധിക്കും. അടുത്തതാവട്ടെ. കലാശത്തിന് കൊണ്ടുവരുന്നു. കലാശം. കുഴമറിഞ്ഞ ഘട്ടം ഇങ്ങനെയാണ്. ഇനി കാലം മാറുന്ന
പതിഞ്ഞ കലാശം എടുക്കുന്നതാണ് ഇനി അടുത്തത് നോക്കാനുള്ളത്. അവിടെ ഈ കുഴലൂതുന്നതിലും കൊമ്പൂതുന്നതിലും ഒന്നും സാരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഒരു കലാശം എടുത്തിട്ട് വേണം ഇനി കൊട്ടാൻ തുടങ്ങാൻ. കാരണം ഒരു കലാശം, കുഴമറിഞ്ഞ ഒരു കലാശം എടുക്കുമ്പോൾ ആ കലാശത്തിന് കുമ്പിടുമ്പോഴാണ് കാലം മാറുന്ന കലാശം പതിഞ്ഞ കലാശത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളത് സഹപ്രവർത്തകരോട് പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ അറിയാത്ത പിന്നിലുള്ള ഒരുപാട് കലാകാരന്മാരുണ്ടാവും. അതുപോലെ തന്നെ ഓഡിയൻസ്, അവിടെയുള്ള എല്ലാ സദസ്യരെയും കാലം മാറാൻ പോവുകയാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചില സംഗതികൾ അവിടെ നമ്മൾ കൂടുതലായിട്ട് അനുഷ്ഠിക്കാറുണ്ട്. അതിലത്തെ ഒരു കാര്യം, കുഴമറിഞ്ഞ കലാശം കഴിഞ്ഞിട്ട് കടന്നാൽ, അടുത്ത താളവട്ടത്തിലേക്ക് കടന്നാൽ ഉടനെ കൊമ്പ് ഊതുന്ന താളവട്ടം പൂർണ്ണമായിട്ടും ഇടന്തല അമർത്തിക്കൊട്ടും. അതിൻ്റെ കൂടെ തന്നെ ഇലത്താളും അമർത്തി ഇടിച്ചു പിടിക്കും. അപ്പോൾ ഘോഷമായിട്ട് ഒരു താളവട്ടം തുടക്കത്തിൽ തന്നെ കാണിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണത്തെ പോലെ കുഴൽ ഊതിയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള കുഴലിൻ്റെ കുമ്പിടുന്ന അതേ ചിട്ടവട്ടങ്ങളാണ് ആവർത്തിക്കുക. പക്ഷേ ഒരു മാറ്റം ആദ്യത്തെ ഒരു താളവട്ടം ഊതിയിട്ട് ആ താളവട്ടത്തിൻ്റെ അവസാനത്തിൽ നിന്ന് തന്നെ കുഴൽ കുമ്പിടും. ആ കുമ്പിട്ട് കഴിഞ്ഞാൽ കലാശമെടുക്കേണ്ട താളവട്ടം പൂർണ്ണമായിട്ടും അമർത്തിക്കൊട്ടിയിട്ട്, ആ അമർത്തിക്കൊട്ടുന്നതിൻ്റെ ഒപ്പം സാധാരണ കലാശത്തിന് കുഴൽ കുമ്പിടാറുള്ള ആദ്യത്തെ ഖണ്ഡത്തിൻ്റെ അവസാനത്തിൽ ഒന്നുകൂടി കുഴലും കൊമ്പും ഒന്നുകൂടി കുമ്പിട്ട് കുറച്ചുകൂടി കനത്തിൽ കൊട്ടിനെ കുറച്ചുകൂടി ഗാംഭീര്യമുള്ള കൊട്ടാക്കി മാറ്റിയിട്ട് താളവട്ടം അവസാനിക്കുന്നവരെ കൊണ്ടുപോയിട്ട് കലാശത്തിൻ്റെ ഖണ്ഡത്തിൽ പതിഞ്ഞ കലാശം എടുത്തിട്ട് രണ്ടാം കാലത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുക. ആ ഭാഗം ഒന്ന് കൊട്ടിക്കാണിക്കാം. കാലം മാറുന്ന കലാശം എടുത്തിട്ട് തുടങ്ങാം. കൊമ്പാണ് ആദ്യം തുടങ്ങേണ്ടത്. 3 അടി അടിച്ചിട്ട് കലാശം. ഈ ഒരു താളവട്ടം അമർത്തി കൊട്ടും. കുഴൽ ഊതാൻ ഭാഗം ഒരു ഭാഗത്ത്. അടുത്തൊരു താളവട്ടം അമർത്തി കൊട്ടിയിട്ട് പതിഞ്ഞാലാച്ചെടുക്കും. ഒന്നുകൂടി കുമ്പിട്ട് കൂടുതൽ കനത്തിലായി. കലാശം, പതിഞ്ഞ കലാശം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലം മാറുന്ന കലാശം കഴിഞ്ഞിട്ട് ഒരു കലാശം കഴിഞ്ഞ് അടുത്ത താളവട്ടം കൊമ്പാണ് ഊതുക. അത് കഴിഞ്ഞിട്ടാണ് കുഴൽ ഊതാൻ തുടങ്ങുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കത് പ്രാക്ടിക്കലായിട്ട് കണ്ടു. 15 കലാശം കഴിഞ്ഞപ്പോൾ രണ്ടാം കാലത്തിലുള്ള ആദ്യത്തെ ഒരു താളവട്ടം പൂർണ്ണമായിട്ടും ഇപ്പോൾ കൊമ്പ് ഊതിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഒന്നാം കാലത്തിലത്തെ താളവട്ടത്തിനെ നേരെ പകുതിപ്പെടുത്തിയിട്ടുള്ള രണ്ടാം കാലത്തിലേക്കാണ് കടന്നത്.